സർവ്വഗുണ സമ്പുഷ്ടമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ നമ്മൾ ഗുണങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പൊന്നാങ്കണ്ണി ചീര ഒറിജിനൽ ഉണ്ടാ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാ എന്നൊക്കെ പല ആളുകൾക്കും ഒരു സംശയമുണ്ട്. പൊന്നാങ്കണ്ണി ചീര ഞാൻ ഈ കാണിച്ചു തന്നിട്ടില്ലേ, ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്, യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് നിൽക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിനനുസരിച്ച് പൊന്നാങ്കണ്ണി ചീരക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇലയുടെ കളറിൽ വ്യത്യാസം ഉണ്ടാകും. സൂര്യപ്രകാശം അനുസരിച്ച് ഇലക്ക് ചുവപ്പ് കളർ, വയലറ്റ് കളർ, അങ്ങനെയുള്ള കളറുകൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അയച്ചു കൊടുക്കുന്നത് നടാനുള്ള തണ്ടുകളാണ്, ചീരയുടെ തൈയൊന്നും അല്ല അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കാശൊന്നും ആകുമൊന്നുമില്ല. ഇത് നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാശ് ചിലവൊന്നും വരില്ല. പക്ഷേ ഇത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഇതിൽ വേര് വരും. പിന്നെ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് പിന്നെ നടാം. അങ്ങനെ ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്ന അത്രയും പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ ഈ അയച്ചു തരുന്ന തണ്ടുകൊണ്ട്.